ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്ത. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ: പാസ്ത ഉപ്പിട്ട് വേവിച്ചതാണ്, കോൺ, ക്യാപ്സിക്കം, ക്യാരറ്റ്, വെജിറ്റബിൾ, ഏത് വെജിറ്റബിളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത്. അതിലേക്ക് വേണ്ടി കുരുമുളക്, ചീസ് വേണം, വീബയുടെ വൈറ്റ് സോസ് പാസ്ത സോസ്, പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഞാൻ പറയാൻ മറന്നതാണ്. കുറച്ച് 2-3 ഇല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇങ്ങനെ അരിഞ്ഞത് ഇടണം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നോക്കട്ടെ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ്. ഇതാ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ വെജിറ്റബിളായിട്ട് ആഡ് ചെയ്യാൻ പോകും. ഇതൊന്ന് സോട്ട് ചെയ്ത് വെളുത്തുള്ളി മൂത്തപ്പോൾ ഞാൻ കോൺ ആഡ് ചെയ്ത്, ഒപ്പം തന്നെ ക്യാരറ്റ്, മുറിച്ചിട്ട് ക്യാപ്സിക്കം, ഇവയെല്ലാം ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇത് എന്താണ് ഇങ്ങനെ പൊടിച്ച പോലെ ആക്കിയിട്ടുള്ളതെന്ന് തോന്നും, പക്ഷേ നമ്മൾ കുട്ടികൾ വെജിറ്റബിൾ ആരും ഇഷ്ടപ്പെടാത്തതാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ നല്ല മെൽറ്റായിട്ട് അലിഞ്ഞ് വരും. ഇവർ പോരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവരുടെ ഉള്ളിൽ വയറ്റിലേക്ക് തന്നെ വരുന്നുള്ളൂ. അവർ മാറ്റിയിട്ടില്ല. അവർ എന്തായാലും പാസ്ത ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവർ എന്തായാലും കഴിച്ചിരിക്കും വെജിറ്റബിൾസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൊടിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു നുള്ളു കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഈ പാസ്ത എടുത്ത് വെച്ച പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് കാണിച്ച് എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സോസ് ചേർക്കാം. ഇതിൻ്റെ വീബയുടെ ഇത്രയും മതി. ഇത് ഈ പാസ്തയിലേക്കും വെജിറ്റബിൾ കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് അല്ലതും കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു സ്പൂണിൽ 3 സ്പൂണ് ചൂടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. അതൊന്ന് അല്ലതും കൂടിയിട്ടൊന്ന് പാകമായിട്ട് ഇതിൽ ഈ പാസ്തയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല, വെള്ളം ചേർത്ത കാരണം നല്ലൊരു ക്രീമി പോലെ. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കും. തോനെ വെള്ളം ഒഴിക്കരുത്. ഒരു ചെറിയ സ്പൂണിൽ ഒരു 4 സ്പൂണ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇത് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചീസും മെൽറ്റായി കഴിഞ്ഞ് നമ്മുടെ പാസ്ത റെഡിയായി. ഇപ്പോൾ ഇത് റെഡി ആയിരിക്കണം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബോൺവിറ്റ ബിസ്ക്കറ്റും പഴവും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഷേക്കാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഷേക്ക്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു.
പാല് കട്ടയാക്കിയത്, ഫ്രീസർ വെച്ച് കട്ടയാക്കിയത്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഒരു പഴം നുറുക്കിയത്, ഇതുപോലത്തെ ഒരു പാക്കറ്റ് ബോൺവിറ്റയുടെ ബിസ്ക്കറ്റ് 10 എണ്ണം ഉണ്ട്, അത്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, തണുത്ത വെള്ളം. ഫസ്റ്റ് പഴം ഇട്ട്, രണ്ടാമത് ഷുഗർ ആഡ് ചെയ്യണം, മൂന്നാമത് ഈ ബിസ്ക്കറ്റെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഷേക്ക്. ഇനി നമ്മുടെ പാല്, കട്ടയാക്കി വെച്ചിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടി, ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, താങ്ക് യു, ബൈ.